നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കഴിഞ്ഞ വർഷം എത്ര എമൗണ്ട് ടോട്ടൽ റെസിപ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? അതായത് നിങ്ങളുടെ ഒന്നല്ല, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവാം. ഇതിലെല്ലാം വന്നിട്ടുള്ള എമൗണ്ടുകൾ ടോട്ടൽ റെസിപ്റ്റ് കൂട്ടി നോക്കുമ്പോൾ ചിലപ്പോൾ വലിയൊരു എമൗണ്ട് ഉണ്ടാവും. നിങ്ങൾ വളരെ അത്യാവശ്യമായിട്ട് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം, ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്ന ആളുകൾ തൊട്ട്, ചെറിയ ചായക്കടകൾ തൊട്ട്, പിന്നെ ഷോപ്പുകൾ, എല്ലാ രീതിയിലും, ഇനി ഷോപ്പുകൾ അല്ലാത്ത രീതിയിൽ ബിസിനസ്സുകൾ ചെയ്യുന്നവരും എല്ലാവരും, ഇതിനൊക്കെ പുറമെ ബിസിനസ്സുകൾ അല്ലെങ്കിൽ പേഴ്സണൽ ട്രാൻസാക്ഷൻസ് പോലും ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ ഡിജിറ്റൽ ഇന്ത്യ എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാ രീതിയിലുള്ള ഇടപാടുകളും നമ്മൾ ഓൺലൈനായിട്ട് ഫ്രണ്ട്സ് പരസ്പരം ട്രാൻസാക്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെറിയ ചെറിയ പേഴ്സണൽ ട്രാൻസാക്ഷൻസ് കാര്യങ്ങൾ ചെയ്യുന്നത്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ബാങ്ക് അക്കൗണ്ടിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നു, ഫാദർ സണ്ണ് എന്നുള്ള രീതിയിൽ എല്ലാ രീതിയിലുള്ള ട്രാൻസാക്ഷൻസും നമ്മൾ ബാങ്ക് അക്കൗണ്ട് ത്രൂ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. നമുക്കറിയാം, ഇത് വളരെ സൗകര്യമാണ്. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഇത് ചെക്ക് ചെയ്യണമെങ്കിൽ സൗകര്യമാണ്. നമ്മുടെ അക്കൗണ്ട്സ് പർപ്പസിനോ കാര്യങ്ങൾക്കോ പിന്നീട് ഒരു പ്രൂഫ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്നും ഇത് ഉപയോഗിക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും അവിടെ ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്താൽ എല്ലാം ഇതിൽ റെഡി ആയിട്ട് അവിടെ ഉണ്ടാവും. എല്ലാം അവൈലബിൾ ആണ്, നമുക്ക് സൗകര്യമാണ്. അതുപോലെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഭാഗത്ത് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഭയങ്കര സൗകര്യമാണ്. എന്ത് കാര്യങ്ങളും ട്രാക്ക് ചെയ്യാനും ചെക്ക് ചെയ്യാനും എല്ലാ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ നോക്കാനൊക്കെ വളരെ എളുപ്പമാണ്. എല്ലാ രീതിയിലും ഇത് വളരെ സൗകര്യമാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ടോട്ടൽ റെസിപ്റ്റ് നോക്കുമ്പോൾ നമ്മളത് വളരെ ചെറിയ ബിസിനസ് ആയിരിക്കാം, ചിലപ്പോൾ ബിസിനസ് ആയിരിക്കില്ല, നമ്മുടെ പേഴ്സണൽ ട്രാൻസാക്ഷൻസ് ആയിരിക്കാം. ഈ ട്രാൻസാക്ഷൻസ് ടോട്ടൽ കൂടി വരുമ്പോൾ ഒരു നിശ്ചിത എമൗണ്ട് കഴിയുമ്പോൾ നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ, അടക്കാൻ ബാധ്യസ്ഥനാവാം. ഒരു നിശ്ചിത പരിധി കഴിയുമ്പോൾ നിങ്ങൾ പിന്നെ GST രജിസ്ട്രേഷൻ എടുക്കാനും അതുമായി ബന്ധപ്പെട്ട ഫയലിംഗ്, കംപ്ലയൻസ് കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിതമായേക്കാം. ഇതുപോലെ പല പല കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നെ പല രീതിയിലും ലീഗലി പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ട ഒരു പരിധി വരും. പല എമൗണ്ടുകളുടെ ഓരോ സ്ലാബുകൾ കഴിയുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങൾക്കും നിങ്ങൾ ബാധ്യസ്ഥരായി വരും. അപ്പൊ ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻ നോക്കണം. ഇപ്പൊ കർണാടകയിൽ പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ന്യൂസ്, 17,000-ൽ അധികം പിന്നെ ചെറുകിട സ്ഥാപനങ്ങളിൽ GSTയുടെ നോട്ടീസ് വന്നിട്ടുണ്ട്. അതായത് 20 ലക്ഷത്തിന്റെ മുകളിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സർവീസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ GST രജിസ്ട്രേഷൻ എടുക്കാൻ നിർബന്ധമാണ്. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു വർഷം മൊത്തം 20 ലക്ഷത്തിന് മുകളിൽ വന്നാൽ നിങ്ങൾ ചിലപ്പോൾ സർവീസ് ആയിരിക്കാം എന്നുള്ള ഒരു കൺക്ലൂഷനിൽ ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് അയക്കും. ബാക്കി മറുപടി കാര്യങ്ങൾ കൊടുക്കലും അതല്ല എന്ന് പ്രൂവ് ചെയ്യലും ഒക്കെ നമ്മുടെ കടമയാണ്. നമ്മളത് ചെയ്യേണ്ടതായിട്ട് വരും തീർച്ചയായിട്ടും. കാരണം എന്താണ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്നത് പേഴ്സണൽ ട്രാൻസാക്ഷൻ ആണോ ഗവൺമെന്റിന് അറിയില്ല. നമ്മൾ എക്സംപ്റ്റഡ് അല്ലെങ്കിൽ ടാക്സ് ഇല്ലാത്ത ഐറ്റംസ് ആണോ ഡീൽ ചെയ്യുന്നത് നമുക്ക് ഗവൺമെന്റിന് അറിയില്ല. നിങ്ങൾ പിന്നെ പേഴ്സണൽ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മറ്റു ബാങ്ക് അക്കൗണ്ടിലേക്കാണോ ട്രാൻസാക്ഷൻ ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഗവൺമെന്റിന് അറിയില്ല. അപ്പൊ ഒരു നിശ്ചിത എമൗണ്ട്, നല്ലൊരു എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഇൻകം ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനല്ലെങ്കിൽ പോലും നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് വെക്കുന്നത് സൗകര്യമായിരിക്കും. അതുപോലെ ഈ ഒരു രീതിയിൽ എത്ര എമൗണ്ട് വന്നിട്ടുണ്ട് നോക്കിയിട്ട് GSTയുടെ പരിധിയിൽ നിങ്ങൾ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം. അത് പിന്നെ നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണ്, അതിനനുസരിച്ചുള്ള രീതിയിൽ നിങ്ങൾ അതിന് ബാധ്യസ്ഥനായിട്ട് വരും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പം കഴിഞ്ഞ വർഷം എത്ര എമൗണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് അറിയുന്ന ആളുകളോട് ചോദിച്ചിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട ലീഗൽ കംപ്ലൈൻസ് കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നോട്ടീസ് വരികയും അതിനനുസരിച്ച് പിന്നെ നല്ല എമൗണ്ട് ചിലപ്പോൾ നമ്മൾ അടക്കേണ്ടതായിട്ടും അതല്ലെങ്കിൽ വേറെ കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വന്നേക്കാം. അതുപോലെ ബിസിനസ് ട്രാൻസാക്ഷന് പലപ്പോഴും ചെറുകിട ഷോപ്പുകളൊക്കെ ആകുമ്പോൾ നല്ല എമൗണ്ട് വരുന്നുണ്ടാവും. ഈ എമൗണ്ട് പലപ്പോഴും പല ആളുകൾ പിന്നെ SB അക്കൗണ്ട് ആണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി SB അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും രണ്ടും ഡിഫറെന്റ് പർപ്പസിനുള്ളതാണ്. അപ്പൊ SB അക്കൗണ്ട് ഒരാളുടെ സേവിങ്സ് അല്ലെങ്കിൽ നോർമൽ യൂസേജ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നതാണ് SB അക്കൗണ്ട്. അപ്പൊ SB അക്കൗണ്ടിൽ ഒരു നിശ്ചിത എമൗണ്ട് വരുമ്പോൾ ഗവൺമെന്റ് ചിന്തിക്കുന്നത് ഇത് ഇയാളുടെ നെറ്റ് ഇൻകം ആണ്. കാരണം നെറ്റ് ഇൻകം ആയിരിക്കും എപ്പോഴും SB അക്കൗണ്ടിൽ വരുന്ന എമൗണ്ട്. അപ്പൊ SB അക്കൗണ്ടിൽ നല്ല എമൗണ്ട് വരുന്നുണ്ടെങ്കിൽ ഇത് എല്ലാ ചെലവും കഴിച്ചിട്ട്, മീൻസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട അതല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ചെലവ് കഴിച്ചിട്ട് വരുന്ന എമൗണ്ട് ആണ് SB അക്കൗണ്ടിൽ വരുന്നത് എന്ന് ഗവൺമെന്റ് കണക്കാക്കും. അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ എമൗണ്ട് വരുമ്പം ഗവൺമെന്റ് മനസ്സിലാക്കുന്നത് ഇതിൽ പിന്നെ കുറെ പർച്ചേസുകൾ ഉണ്ടാവും, സെയിൽസ് ഉണ്ടാവും, അതുമായി ബന്ധപ്പെട്ട മറ്റു കോസ്റ്റുകൾ ഉണ്ടാവും. ഇതൊരു ക്യാഷ് വന്നു പോകുന്ന ഒരു അക്കൗണ്ട് ആണ് ഈ ഒരു കറണ്ട് അക്കൗണ്ട്. അപ്പൊ ഇതിൽ ഒരു നിശ്ചിത പെർസെന്റേജ് മാത്രമായിരിക്കാം ഇയാളുടെ ഇൻകം ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും കറണ്ട് അക്കൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. എന്നിട്ട് കറണ്ട് അക്കൗണ്ടിലൂടെ ട്രാൻസാക്ഷൻ ചെയ്യുക എന്ന് കരുതി അതോടുകൂടി എല്ലാ ബാധ്യതയും കഴിയും എന്നുള്ളതല്ല.
നിങ്ങളുടെ കറണ്ട് അക്കൗണ്ടും SBI അക്കൗണ്ടും അതല്ലാത്ത എവിടെയൊക്കെ ഏതൊക്കെ രീതിയിൽ ട്രാൻസാക്ഷൻസ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് എന്തൊക്കെ ബാധ്യതകൾ നമുക്ക് വരും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയും അതിന് അറിയാവുന്ന ആളുകളോട് കൺസൾട്ട് ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുൻകൂട്ടി നേരത്തെ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ബാധ്യതകൾ തീർച്ചയായിട്ടും നമ്മൾക്ക് അറിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ബാധ്യതകൾ നമ്മൾ തീർത്തിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. സോ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള GST, ടാക്സ്, അക്കൗണ്ട്സ് ആയി ബന്ധപ്പെട്ട ഏത് രീതിയിലുള്ള കോംപ്ലിക്കേഷൻസിനും അതുമായി ബന്ധപ്പെട്ട സർവീസുകൾക്കും നിങ്ങൾക്ക് വൈറ്റ് ബോക്സുമായിട്ട് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.